നല്ല കണ്ണും നല്ല കൽബും നല്ല കാതും കെടുത്തിക്കളഞ്ഞു. കോമഡികൾ കാണിച്ചിട്ട്, ലേറ്റസ്റ്റ് സിനിമകളും നാടകങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു കൊടുത്തുവെച്ചിട്ട്. പഴയ കാലത്തൊക്കെ വല്യപ്പാരും വല്യമാരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. മോനെ, കുട്ടിക്കാലത്ത് മുത്തുനബി തങ്ങളെ കാണാതായ ഒരു കഥ. 3-ാമത്തെ വയസ്സിന്റെ തുടക്കത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവരുമ്പോൾ, മക്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ കാണാതായ ഒരു കഥ. ആ ചരിത്രം ഇങ്ങനെ കേട്ട് കുട്ടി അങ്ങനെ ഭക്ഷണം കഴിച്ച് എപ്പോഴാ അത് തീർന്നതെന്നറിയില്ല, അത്രയും പെട്ടെന്ന്. ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് ഏകദേശം കുട്ടിയെ കാണാതായ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ മുന്നിൽ ആ വാർത്ത എത്തി. മക്കക്കാര് മൊത്തം തെരച്ചിലായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ കഥ അവിടെ നിർത്തി. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമാകുമ്പോ കുട്ടി കാത്തിരിക്കാണ് ഭക്ഷണം കഴിക്കാൻ, വല്യമ്മാനെ കാത്തിരിക്കാണ്. ഭക്ഷണം കഴിക്കണം, ആ കഥന്റെ ബാക്കി കേൾക്കണം. രാത്രി അങ്ങനെ കാത്തിരിക്കാൻ. 3 നേരവും ഒരു ചരിത്രം, വിശാലമായ ചരിത്രം, ഇല്ലാത്തതൊന്നും കടത്തിക്കൂട്ടുന്നില്ല, ഉള്ളത് വസ്തുനിഷ്ഠമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ആ മനസ്സ് ആ ചരിത്രം കേട്ട് ദാഹിച്ചിട്ട് എത്ര സന്തോഷത്തോടെ. പിന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ ഉമ്മാമ പറഞ്ഞു കൊടുത്ത, ആ വല്യപ്പ പറഞ്ഞു കൊടുത്ത, ഉമ്മ പറഞ്ഞു കൊടുത്ത ആ ചരിത്രത്തിന്റെ വിശുദ്ധി മനസ്സിൽ കെടാതെ ബാക്കിയുണ്ടാകും. അല്ലിമു ഔലാദക്കും മഹബ്ബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ 3 മഹബ്ബത്ത് പഠിപ്പിക്കണം. അതിലൊന്ന് മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് മഹബ്ബത്തു ആലി ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 3-ാമത്തെ ഒന്ന് മഹബ്ബത്തുൽ ഖുർആൻ, ഖുർആനിനോടുള്ള മഹബ്ബത്ത്. അത് 3ഉം പഠിപ്പിക്കണം മക്കൾക്ക്. അതിനാ മഹബ്ബത്തിന്റെ തലങ്ങളാകുന്ന ചരിത്രങ്ങൾ വായിക്കണം. ഒക്കെ കൂടി ഇപ്പൊ പറയാനൊന്നും കഴിയൂല, വായിച്ച് ശീലിക്കണം നമ്മൾ.